നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഉമ്മ ചത്തില്ല സാറേ, ഞാനില്ലാതെ ഉമ്മ എങ്ങനെ ജീവിക്കും? അഫ്സാനെ കാണാതെ ഉമ്മ ഇരിക്കില്ല സാറേ, ഉമ്മ ചത്തില്ല സാറേ. ജയിലിലെ സെല്ലിൽ ഭക്ഷണവും വെള്ളവും കഴിക്കാതെ സെല്ലിന്റെ മൂലയിൽ പിറുപിറുത്തുകൊണ്ട് അഫാൻ. കാവലിരുന്നിട്ടും കാര്യമില്ല, എന്തു വന്നാലും ജീവൻ ഒടുക്കുമെന്ന ഭീഷണി ആവർത്തിക്കുന്നു. ജയിൽ അധികൃതരുടെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ. എന്നാൽ ജയിലിൽ നിന്നുള്ള അഫാന്റെ വാർത്തകൾ പുറത്തു വരുന്നതോടെ സോഷ്യൽ മീഡിയ കത്തുകയാണ്. അവനെ പുറത്തോട്ടിറക്കി വിട്, സൂക്കേട് തീർത്തു കൊടുക്കാമെന്ന് പലരും പൊട്ടിത്തെറിച്ചുകൊണ്ട് കമന്റ് ഇടുന്നത്. അകത്തിട്ട് ഇവനെയൊക്കെ ജനങ്ങളുടെ നികുതിക്കാശിനും മട്ടൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും തീറ്റിച്ച് വീർത്ത് കൊഴുപ്പിക്കേണ്ട കാര്യമില്ല. ഇവന്മാരെ പോലെയുള്ളവരെ തൂക്കിക്കൊന്നുകൂടെ? ജനങ്ങളുടെ ക്ഷമ നശിച്ചിരിക്കുകയാണ്. എന്തായാലും ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണി മുഴക്കിയിട്ടുണ്ടല്ലോ. ഏമാന്മാർ അവനെ തല്ലിക്കൊന്ന് കെട്ടി തൂക്കിയേക്ക്. അങ്ങനെയെങ്കിലും പോലീസിനെ കൊണ്ട് കേരളത്തിനൊരു ഉപകാരം ഉണ്ടാകട്ടെ. വലിയ രീതിയിലാണ് അഫാൻ വിഷയത്തിൽ ജനങ്ങൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. അഫാൻ ഇതുവരെ മെഡിക്കൽ കോളേജിലെ സെല്ലിലായിരുന്നു അഫാൻ ഉണ്ടായിരുന്നത്. അവിടെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്നും പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയപ്പോൾ അവിടെയും വലിയ പ്രശ്നങ്ങളാണ് അഫാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പോലീസുകാർ താണു വീണ് ഒരു കൊടും ക്രിമിനലിന് മുന്നിൽ നിൽക്കുകയാണ്. അഫാനെ കുറിച്ചുള്ള വാർത്തകൾ എടുക്കുമ്പോൾ ചില കമന്റുകൾ വരാറുണ്ട്. അതായത്, എന്തിനാണ് ഇവനെക്കുറിച്ച് ഇടയ്ക്കിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ BP കൂട്ടുന്നത് എന്നുള്ള കമന്റുകളൊക്കെ വരുന്നുണ്ട്. എന്നാൽ അഫാനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പൂജപ്പുര ജയിലിൽ നിന്നും പുറത്തേക്ക് വരികയാണ്. അതെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരു ക്രിമിനലിന്റെ അഹങ്കാരവും, അല്ലെങ്കിൽ ഇത്രത്തോളം ക്രൂര കൊലപാതകങ്ങൾ നടത്തിയിട്ടും ഒരു പശ്ചാത്താപവും ഇല്ല എന്നുള്ളതും വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ്. അതായത്, ഇവർക്കൊരു മാനസാന്തരം ഉണ്ടാകുമെന്ന് ഇനി ഒരിക്കലും കരുതരുത്. ഇത്തരത്തിലുള്ള ക്രിമിനലുകളുടെ മനോഭാവത്തിൽ ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് ഈ വാർത്തകളൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നത്. ഉമ്മ ചത്തില്ലെന്ന് വിഷമത്തോടെയാണ് അവൻ പറയുന്നത്. കുറച്ചു കാലം കഴിഞ്ഞ് പരോളിൽ ഇറങ്ങി അവൻ ആ ഉമ്മയെയും വാപ്പയെയും കൊല്ലും. അപ്പോൾ വിലപിച്ചിട്ട് 2 ഡയലോഗ് അടിച്ചിട്ടൊന്നും കാര്യമില്ല തുടങ്ങി ഒരുപാട് കമന്റുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ജയിലിലേക്ക് മാറ്റിയെന്നല്ല, സുഖവാസ കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്ന് പറയണം. അടുത്തിടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് സർക്കാരിനെ പൊക്കി അടിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടിരുന്നല്ലോ. കുഞ്ഞ് ശംഖു അങ്കണവാടിയിൽ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് സർക്കാരുമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്ന് വീണ ജോർജ് ഒരു വീഡിയോ ഒക്കെ തള്ളിമറിച്ചിട്ടിരുന്നല്ലോ. അങ്കണവാടി പിള്ളേർക്കും സ്കൂൾ കുട്ടികൾക്കും ബിരിയാണി കൊടുക്കാൻ വട്ടം കൂടിയിരുന്ന് ചർച്ച ചെയ്യും. പക്ഷേ ജയിലിൽ മട്ടൻ ബിരിയാണിക്ക് ഒരു ചർച്ചയുമില്ല, നേരിട്ട് അങ്ങ് ഉത്തരവിടും. ഇങ്ങനെ സർക്കാരിനെയും രാജ്യത്തെ കാലഹരണപ്പെട്ട നീതിന്യായ വ്യവസ്ഥിതിയെയും ഒക്കെ പഴിച്ചുകൊണ്ട് മലയാളികൾ സോഷ്യൽ മീഡിയയിൽ അവരുടെ രോഷം പങ്കുവയ്ക്കുന്നത്. മറ്റുള്ള ജയിൽ പുള്ളികളെക്കാൾ അഫാന് കൂടുതൽ കെയർ കൊടുക്കേണ്ട ഗതികേടിലേക്കാണ് പൂജപ്പുര ജയിൽ അധികൃതർ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. 24 മണിക്കൂറും അഫാന്റെ സെല്ലിന് കാവൽ ഏർപ്പെടുത്തും, നിരീക്ഷണം ശക്തമാക്കുമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. അഫാനൊപ്പമുള്ള തടവ് പുള്ളിക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തും ചെയ്യുന്ന മാനസികാവസ്ഥയിലാണ് അഫാൻ എന്ന് ജയിൽ അധികൃതർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒപ്പമുള്ള തടവ് പുള്ളിക്കും അഫാനെ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ള മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. 6 മണിക്കൂറിനുള്ളിലാണ് 5 പേരെ അഫാൻ കൊന്നു തള്ളുന്നത്. 100 കിലോമീറ്ററുകൾ സഞ്ചരിച്ചായിരുന്നു ക്രൂരകൃത്യം. ഇതിലൊന്നും ഇപ്പോൾ പോലും പശ്ചാത്താപം പ്രകടിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വല്ലാത്ത മാനസികാവസ്ഥയിലാണ് ഈ 23-കാരൻ. ചുരുക്കി പറഞ്ഞാൽ, പൂജപ്പുര ജയിൽ അധികൃതരെ കയറിൽ കെട്ടി ചാടിക്കളിക്കട കൊച്ചുരാമ പാടിക്കുകയാണ് അഫാൻ. ഒരു കൊടും ക്രിമിനലിന് മുന്നിൽ താഴ്മയോടെ നിൽക്കേണ്ട ദുരവസ്ഥ. അമ്മ മരിച്ചില്ലെന്ന് 2 ദിവസം മുൻപാണ് സാറേ ഞാൻ അറിഞ്ഞത്. തലക്കടിച്ചപ്പോൾ ഉമ്മ ശ്വാസം വലിക്കുന്നത് ഞാൻ കണ്ടതാ. ചത്തെന്നുറപ്പിച്ചാണ് ബാക്കിയുള്ളവരെ കൊല്ലാൻ വേണ്ടി പോയത്. ഏറ്റവും പ്രിയപ്പെട്ടത് അമ്മയും അനുജനും കാമുകിയുമാണെന്നും ജയിൽ അധികൃതരോട് അഫാൻ പറഞ്ഞിട്ടുണ്ട്. കണ്ണു തെറ്റിയാൽ അഫാൻ എന്തും ചെയ്യുമെന്ന ഭയം ജയിൽ ഉദ്യോഗസ്ഥർക്കുണ്ട്. ഭക്ഷണം കൊടുക്കുമ്പോഴടക്കം പ്രത്യേക നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്താനാണ് ഇപ്പോഴത്തെ തീരുമാനം. എന്നാൽ എത്ര നാൾ ഈ സംവിധാനം ഏർപ്പെടുത്തുമെന്ന ചോദ്യം ഉയരുകയാണ്. ആവശ്യമെങ്കിൽ എല്ലാം കോടതിയെ അറിയിച്ച് ആശുപത്രിയിലേക്ക് അഫാനെ മാറ്റുന്നതിനെക്കുറിച്ചും ഇപ്പോൾ ജയിൽ അധികൃതർ ആലോചിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഉമ്മ മരിക്കാത്തതാണ് അഫാന്റെ സമ്മർദ്ദത്തിന് കാരണം. ഇടയ്ക്കിടെ ഇതുതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് വിവരങ്ങൾ.
കൂടാതെ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ജയിലിലെ പോലീസുകാരോട് ചോദിക്കുന്നുണ്ട്. അതായത് കൊലപാതകം നടത്തി താൻ കീഴടങ്ങിയതിനു ശേഷം എന്തൊക്കെയാണ് നടന്നത് എന്നതിനെക്കുറിച്ചൊക്കെ ചോദിച്ചറിയാനുള്ള ഒരു വ്യഗ്രതയാണ് അഫാനിൽ. അനുജൻ അഫ്സാനെ കുറിച്ച് ജയിൽ അധികൃതർ ചോദിക്കുമ്പോൾ ഞാനും വിഷം കഴിച്ചല്ലോ, മരിക്കുമെന്നാ കരുതിയത്. ഞാനില്ലാതെ അഫ്സാൻ എങ്ങനെ ജീവിക്കും? അവനെ ആരും നോക്കില്ല, അതുകൊണ്ടാണ് കൊന്നതെന്ന് ആവർത്തിക്കുന്നു. ഫർസാന അവളെന്റെ ജീവനാണ്, ഞാനില്ലാതെ ലോകത്ത് അവളും വേണ്ട എന്ന് അഫാൻ പറയുന്നു. ഇങ്ങനെ എല്ലാവരെയും കൊല്ലുന്നതിന് ഓരോ ന്യായീകരണങ്ങൾ പറഞ്ഞ് താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് അഫാൻ. അഫാൻ ഇപ്പോൾ വിറളി പിടിക്കുന്നത് ഉമ്മ മരിച്ചിട്ടില്ല എന്ന കാരണത്തിൽ തന്നെയാണ്. ജയിലധികൃതർ പോലും ഞെട്ടുന്ന പെരുമാറ്റങ്ങളാണ് അഫാനിൽ നിന്നുണ്ടാകുന്നത്. അഫാന് ജയിലിൽ പ്രത്യേക കൗൺസിലിംഗ് കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ചെയ്തു കൂട്ടിയ കൊലപാതകങ്ങൾ തെറ്റല്ല എന്ന് സ്വയം മനസ്സിനെ പറഞ്ഞു ബോധിപ്പിച്ചിരിക്കുന്ന അഫാനിൽ കുറ്റബോധത്തിന്റെ കണിക പോലും ഉണ്ടാകില്ല എന്ന് മനോരോഗ വിദഗ്ധർ പറയുന്നു. അയാളെ കൗൺസിലിംഗ് നടത്തി പഠിച്ചെടുക്കണം. അഫാൻ എന്താണ്, അഫാന്റെ മാനസിക നില എന്താണ് എന്നുള്ളത് ആദ്യം പഠിച്ചെടുക്കണം. അതിനുശേഷമേ ഏതു തരത്തിലുള്ള ട്രീറ്റ്മെന്റ് പോലും ഇയാൾക്ക് കൊടുക്കണമെന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. പോലീസിന്റെ പ്രകോപനം കൊണ്ടും അയാൾ വാ തുറക്കില്ല. കേടലും പ്രജിനുമൊക്കെ ഇതുപോലെ തന്നെയായിരുന്നു. പോലീസിനെ വലിയ രീതിയിൽ വലച്ചിട്ടുള്ള പ്രതികളാണ്. എന്നാൽ അവരിൽ നിന്ന് അഫാൻ വ്യത്യസ്തനാകുന്നതും കൂടുതൽ നിരീക്ഷിക്കേണ്ടി വരുന്നതും ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നതുകൊണ്ടാണ്. വലിയ ആഡംബര ജീവിതം നയിച്ചിരുന്ന, ബൈക്കിനോടും മൊബൈൽ ഫോണിനോടുമൊക്കെ ഭ്രമമുണ്ടായിരുന്ന അഫാന് ജയിലിലെ 4 ചുവരുകൾക്കുള്ളിലെ ജീവിതം ദുസ്സഹമായിരിക്കും. അയാൾക്ക് സെല്ലിനുള്ളിൽ ഒതുങ്ങിക്കൂടാൻ കഴിയില്ല. അയാളുടെ മനോനില അങ്ങനെയല്ല. അതുകൊണ്ട് ആത്മഹത്യാ ശ്രമങ്ങൾ ഉണ്ടാകുമെന്ന് മനോരോഗ വിദഗ്ധർ ഉറപ്പിച്ചു പറയുന്നുണ്ട്. കേടലും പ്രജിനുമൊക്കെ സാത്താൻ സേവയ്ക്ക് അടിമകളായിരുന്നു. ഒരു ഇരുട്ട് മുറിയിൽ കഴിയുന്നതും ആരോടും സഹവാസമില്ലാതെ കഴിയുന്നതും അവർക്കൊരു വിഷയമേ അല്ല. കാരണം അവർ സ്വന്തം മുറി വിട്ട് പുറത്തേക്ക് പോലും ഇറങ്ങുന്നവരായിരുന്നില്ല. എന്നാൽ അഫാൻ അതിന് കഴിയില്ല. ജയിൽ അധികൃതർക്ക് അയാൾ വലിയ തലവേദന ഉണ്ടാക്കുമെന്ന് വിദഗ്ധർ വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അയാൾക്ക് പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തുക തന്നെ വേണമെന്നും വിദഗ്ധർ പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.